രണ്ട് രാജാക്കന്മാർ അധ്യായം 15. ഇസ്രായേൽ രാജാവായ യൊരോബെയാമിൻ്റെ 27-ാം ആണ്ടിൽ യഹൂദ രാജാവായ അമസ്യാവിൻ്റെ മകൻ അസര്യാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. യെരൂശലേംകാരത്തിയായ അവൻ്റെ അമ്മയ്ക്ക് യഹോല്യ എന്നു പേർ. അവൻ തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. എന്നാൽ യഹോവ ഈ രാജാവിനെ ബാധിച്ചു. അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്നു. രാജകുമാരനായ യോഥാം രാജധാനിക്ക് വിചാരകനായി ദേശത്തെ ജനത്തിന് ന്യായപാലനം ചെയ്തു. അസര്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അസര്യാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസര്യാവിൻ്റെ 38-ാം ആണ്ടിൽ യൊരോബെയാമിൻ്റെ മകനായ സെഹര്യാവ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 6 മാസം വാണു. അവൻ തൻ്റെ പിതാക്കന്മാരെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല. യാബേഷിൻ്റെ മകനായ ശല്ലൂം അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി ജനത്തിൻ്റെ മുമ്പിൽ വച്ച് അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. സെഹര്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവ യേഹൂവോട്, നിന്റെ പുത്രന്മാർ 4-ാം തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് അരുളിച്ചെയ്ത വചനം ഇതാകുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. യഹൂദ രാജാവായ ഉസ്സിയാവിൻ്റെ 39-ാം ആണ്ടിൽ യാബേഷിൻ്റെ മകനായ ശല്ലൂം രാജാവായി ശമര്യയിൽ 1 മാസം വാണു. എന്നാൽ ഗാദിയുടെ മകനായ മെനഹേം തിർസായിൽ നിന്ന് പുറപ്പെട്ട് ശമര്യയിൽ വന്നു. യാബേഷിൻ്റെ മകനായ ശല്ലൂമിനെ ശമര്യയിൽ വച്ച് വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. ശല്ലൂമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ഉണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തിപ്സഹും അതിലുള്ള സകലവും തിർസ തൊട്ട് അതിന് ചേർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കി. അവർ പട്ടണവാതിൽ തുറന്നു കൊടുക്കായികയാൽ അവൻ അതിനെ ശൂന്യമാക്കുകയും അതിലെ ഗർഭിണികളെയൊക്കെയും പിളർന്നു കളയുകയും ചെയ്തു. യഹൂദ രാജാവായ അസര്യാവിൻ്റെ 39-ാം ആണ്ടിൽ ഗാദിയുടെ മകൻ മെനഹേം ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 10 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല. അശൂർ രാജാവായ പൂൾ ദേശത്തെ ആക്രമിച്ചു. പൂൾ തന്നെ സഹായിക്കേണ്ടതിനും രാജ്യത്വം തനിക്ക് ഉറക്കേണ്ടതിനുമായി മെനഹേം അവന് 1000 താലന്ത് വെള്ളി കൊടുത്തു. അശൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രായേലിലെ ധനവാന്മാരോടൊക്കെയും 50 ശേക്കെൽ വെള്ളി വീതം പിരിപ്പിച്ചു. അങ്ങനെ അശൂർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി. മെനഹേമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ പെക്കഹ്യാവ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസര്യാവിൻ്റെ 50-ാം ആണ്ടിൽ മെനഹേമിൻ്റെ മകനായ പെക്കഹ്യാവ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 2 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല. എന്നാൽ അവൻ്റെ അകമ്പടി നായകനായി രമല്യാവിൻ്റെ മകനായ പേക്കഹ് അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി ഗിലെയാദ്യരിൽ 50 പേരെ തുണ കൂട്ടി ശമര്യ രാജധാനിയുടെ കോട്ടയിൽ വച്ച് അവനെ അർഗോബിനോടും അരിയയോടും കൂടെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. പെക്കഹ്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.
യഹൂദ രാജാവായ അസര്യാവിൻ്റെ 52-ാം ആണ്ടിൽ രമല്യാവിൻ്റെ മകനായ പേക്കഹ് ഇസ്രായേലിന് രാജാവായി ശമര്യയിൽ 20 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറിയതുമില്ല. ഇസ്രായേൽ രാജാവായ പേക്കഹിൻ്റെ കാലത്ത് അശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ വന്ന് ഇയ്യോനും ആബേൽ ബേത്ത് മയാഹയും യാനോവഹും കേദശും ഹാസോരും ഗിലെയാദും ഗലീലയും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി അശൂരിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഏലാവിൻ്റെ മകനായ ഹോശയ രമല്യാവിൻ്റെ മകനായ പേക്കഹിൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ ഉസ്സിയാവിൻ്റെ മകനായ യോഥാമിൻ്റെ 20-ാം ആണ്ടിൽ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. പേക്കഹിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേൽ രാജാവായ രമല്യാവിൻ്റെ മകനായ പേക്കഹിൻ്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ ഉസ്സിയാവിൻ്റെ മകൻ യോഥാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 16 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് യെരൂഷ എന്നു പേർ. അവൾ സാദോക്കിൻ്റെ മകൾ ആയിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ അപ്പനായ ഉസ്സിയാവ് ചെയ്തതുപോലെയൊക്കെയും ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അവൻ യഹോവയുടെ ആലയത്തിൻ്റെ മേലത്തെ വാതിൽ പണിതു. യോഥാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആ കാലത്ത് യഹോവ അരാം രാജാവായ രസീനെയും രമല്യാവിൻ്റെ മകനായ പേക്കഹിനെയും യഹൂദയ്ക്ക് നേരെ അയച്ചു തുടങ്ങി. യോഥാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ ആഹാസ് അവനു പകരം രാജാവായി.